ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് ആണെന്നാലും ഇന്നെന്തായാലും വന്നേക്കുന്നത് ഗൈസ്. ഒക്കെ ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു പൊളിക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നെന്തായാലും കൊണ്ടുവന്നേക്കണ വണ്ടി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമ്മുടെ ബുൾജെറ്റ് 2.0 നെപ്പോളിയൻ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതൊരു കിടുക്കാച്ചായിട്ടുള്ള നെപ്പോളിയൻ കാര്യങ്ങളൊക്കെയാണ് കേസ്. ഓക്കെ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നെപ്പോളിയൻ എന്ന് എഴുതിയിട്ടുണ്ട്. ബുൾജെറ്റിനാണെങ്കിൽ അതുള്ള അവർ രണ്ടുപേരും എന്തായാലും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അവരൊരു പട്ടിയായിട്ടുള്ള ഒരു റാംബോയും ഇതിൻ്റെ അകത്ത് എന്തായാലും ഇരിപ്പം എന്തായാലും ഉണ്ട്. ഞാൻ കാണിച്ചു തരാൻ കണ്ട എൻ്റെ മോനെ കണ്ട അവർ രണ്ടുപേരും ഉണ്ട് ഇരിപ്പുണ്ട്. അവർ റാംബോ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇരിപ്പുണ്ട്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ. ഇത് ഞാൻ ഒരു ബ്രോയിഡ ഏതാണ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് മോഡ് വെച്ചെടുത്തതാണ്. ഓക്കെ, എന്തായാലും ആ ഒരു ബ്രോയിന് എന്തായാലും ഞാൻ എന്തായാലും ടാക്സും കണക്ക് എന്തായാലും പറയുന്നത് വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചെടുത്തതാണ്. ഓക്കെ, എന്നുവെച്ചാൽ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു മിക്കവാറും നമുക്ക് ഇനി ബുൾജെറ്റിൻ്റെ വണ്ടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ച് ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് വണ്ടിങ്ങളൊക്കെ ഓണാക്കിയാണ്. വേറൊരു കാര്യം കാണിച്ചാൽ ഈ വണ്ടിയുടെ ഓണാക്കണ സൗണ്ടില്ല, അത് പക്കയാണ്. ഓക്കെ, കാണിച്ചു തരാം ഞാൻ. ഓക്കെ, എൻ്റെ മോനെ കണ്ട സൗണ്ട് കണ്ട പൊളിയായിട്ടുണ്ട്. വേണ്ട അതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു സൗണ്ടുകളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടിങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി നൈസായിട്ട് എന്തായാലും ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും ന്യൂട്രലോട്ട് എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി നമുക്ക് എന്തായാലും ഒന്ന് വളച്ചെടുക്കണം. ഓക്കെ ഓക്കെ മാക്സിമം നമുക്ക് തട്ടാതെ കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ അയ്യോ 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 വണ്ടിയുടെ സൈഡ് ചെറുതായിട്ട് ഒരയുന്നുണ്ട്. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല, എന്തായാലും പോകുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും വണ്ടി എന്തായാലും നേരെ എന്തായാലും വെളിയിലോട്ട് ഇറക്കുകയാണ്. ഓ ചെറുതായിട്ട് തട്ടി. ഓക്കെ, നൈസായിട്ട് എന്തായാലും വണ്ടിങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ കൂടെ എന്തായാലും വെളിയിൽ ഇറക്കാം. ഓക്കെ, അയ്യോ സൈഡൊക്കെ ഉരഞ്ഞ് ശരി കുഴപ്പമില്ല. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ റോഡിലേക്ക് ഇറങ്ങിക്കുകയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ നൈസായിട്ട് എന്തായാലും സെക്കൻഡ് ഗിയറുകളൊക്കെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് കയറണോ? ഇതെന്താണ്? പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കയറി. ഓക്കെ, പിന്നെ നൈസായിട്ട് എന്തായാലും ഈ വഴി കൂടെ ഇറക്കാം. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. വണ്ടിയാണ് നല്ല തട്ടണം. എന്ത് ചെറിയ റൂട്ടുകളല്ലേ ഗൈസ്, വണ്ടി നേരെ ഓടിക്കാനും പറ്റുന്നില്ല. ഓക്കെ, വണ്ടിയുടെ ലൈഫ് ഇപ്പം തന്നെ 98. എങ്ങനെയെങ്കിലും തട്ടാതെ കൊണ്ടുപോകുമ്പോൾ വണ്ടി എന്തായാലും തട്ടും. ഓക്കെ ഓക്കെ ഗൈസ്, ഞാനങ്ങനെ വണ്ടി ഒരു പാടിട്ടുണ്ട് അങ്ങനെ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ എന്തിനേ കാണിക്കണ? അയ്യോ സോറി, ഇനി എങ്ങനെ പോവും? വണ്ടി നൈസായിട്ട് റിവേഴ്സ് എടുക്കുക. ഓ അവിടെ നിന്ന് ഒരുത്തേ മാരൊക്കെ കൊണ്ട് ഞാൻ തോറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ നൈസായിട്ട് എന്തായാലും വണ്ടി എന്തായാലും ഇപ്പുറത്തൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ തട്ടണം കണ്ട എന്താണ് അതൊക്കെ. നല്ലൊരു കിടിലൻ വണ്ടിയാണ്, നല്ല കിടുക്കാച്ച് ലിവറിയൊക്കെ അടിച്ചൊരു വണ്ടി. പക്ഷെ അത് ചുമ്മാടന്ന് തട്ടുകയാണ്. ഓ ഇതിലെ വഴിയില്ല, എന്താണ് എൻ്റെ സമയം ചുമ്മാ പോവുകയാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇതിലേ കൂടെ വണ്ടി വളച്ചെടുക്കാം. ഓക്കെ അമ്മമാര് ഓക്കെ ഞാൻ അങ്ങനെ ഒരു പാടിട്ട് എന്തായാലും വണ്ടി വളച്ചെടുത്ത് തട്ടല്. ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ എന്തായാലും വണ്ടിയും കണക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും വളച്ചെടുത്ത് നമ്മുടെ സമയം ചുമ്മാ പീക്കി. വണ്ടി നൈസായിട്ട് ഞാൻ എന്തായാലും സെക്കൻഡ് ഗിയറിൽ കണക്കെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഓക്കെ എന്തായാലും സെക്കൻഡ് ഗിയറിൽ കണക്കെ എന്തായാലും
നൈസായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഒക്കെ നൈസായിട്ട് ആദ്യമേ ഒന്നേന്ന് എന്തായാലും സ്പീഡിൽ എന്തായാലും പറത്തി എന്തായാലും വിടാം. ഓക്കെ ഓക്കെ എന്തായാലും സ്പീഡിൽ ഞങ്ങളെ കയറുന്നുണ്ട്. പതുക്കെ പതുക്കെയാണ് സാധനം കയറുന്നത്. നല്ലൊരു മോഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ വണ്ടി ഇടിച്ച് നശിപ്പിക്കുമല്ലോ. ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു ഇതാണ്, വേറെന്താണ് സ്ലോപ്പ് പോലത്തെ എന്തോ സംഭവമാണ്. ഇപ്പോൾ അവിടെ കൊണ്ട് ഇടിച്ചായിരിക്കും കയറുന്നത്. ഈ ഗിയർ ഇട്ട് ഓടിക്കാൻ ഭയങ്കര പാട്. നമുക്ക് നൈസായിട്ട് ഗിയർ ഒന്ന് മാറ്റി കളയാം. ഓക്കെ ഞാൻ എന്തായാലും ഗിയറുകളൊക്കെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഓക്കെ 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 ഈ ഒരു വണ്ടിയിൽ ഞങ്ങളൊക്കെ പിന്നെ എന്തായാലും 5 സ്പീഡ് വരെ എന്തായാലും ഉള്ളൂ. ഓക്കെ നമുക്ക് എന്തായാലും സെക്കൻഡിലിടാം, എന്നാലേ കുറേ കൂടെ സ്പീഡ് പോകത്തൊക്കെ. മറ്റേ ഗിയർ എന്തോ പ്രസ് ചെയ്യുമ്പോൾ നേരെ പോകണില്ല. ഓക്കെ ഇതും പറയാൻ വേണ്ട, ഇതും ചെറിയൊരു കുഴപ്പമാണ്. അല്ലാതെ ഗിയർ ഇല്ലാത്ത ഓട്ടോമാറ്റിക്കാണ് എളുപ്പം. ഓക്കെ വണ്ടിയുടെ ലൈഫ് ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക്. ഓക്കെ ഓക്കെ എന്തായാലും വലിയൊരു റൂട്ടുകളൊക്കെ ഇപ്പോൾ ഓപ്പണായി വരുന്നതാണ്. തേർഡ് ഇട്ടിട്ട് നമുക്ക് പറപ്പിക്കാം. ഓക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയ വണ്ടി. ഓക്കെ ഓക്കെ വലിയൊരു ഇതുങ്ങളൊക്കെ ഓപ്പണായി വരണതാണ് ഗൈസ്. ഓക്കെ അതാണിപ്പോൾ നിങ്ങളെന്തായാലും കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ അപ്പം അത് കറക്റ്റ്. ഓക്കെ 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 എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ കത്തിച്ച് വിടാം. ഓക്കെ 120 ഇതൊക്കെ കഴിഞ്ഞ് ഹോൺ അടിക്കുന്നുണ്ട്, ലൈറ്റ് അടിക്കുന്നുണ്ട്. ഓ മാൻ വണ്ടിയുടെ ലൈറ്റോ എൻ്റെ ആകുമ്പോ ഇതും കൂടെ ഓണാക്കുമ്പോൾ സീന്. ഓ സൈഡ് തട്ടി. ഓ എൻ്റെ ബാക്കിൽ ഒരുത്തം കൊള്ളിച്ച് നല്ല കിടുക്കാച്ചായിട്ട് നമ്മൾ ഓടിച്ചാണ്. ഓ വണ്ടിയുടെ ലൈഫ് ഇപ്പോൾ തന്നെ നല്ല നല്ലൊരു മോഡാണ് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ഒരു വണ്ടിയും. ഓക്കെ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്കെന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ സൈക്കിളും ബാക്കി സംഭവങ്ങളെല്ലാം തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓക്കെ ഗിയർ മാറ്റാൻ നോക്കിയതാണ് പക്ഷേ മാറിയില്ല. ഓക്കെ നമുക്ക് മനസ്സിലാവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രാഫിക്സും ബാക്കി സാധനങ്ങളും പിന്നെ ആ ലിവറിയിലുള്ള എല്ലാ ഐറ്റങ്ങളും പിന്നെ അവരുടെ ലോഗോ അവരുടെ ചാനലിലെ ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള ഐറ്റവും പിന്നെ ഫുള്ളായിട്ട് ബാഡ്ജും ബാക്കി സാധനങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. എന്തായാലും പൊളിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അയ്യോ ഒരുത്തന്നെ ഇടിച്ച് മാറി 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 മാറി. ഓക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഇതെന്തായാലും ഒന്നേ മാറ്റട്ടെ. ഓക്കെ അയ്യോ അയ്യോ ഓ ഇവിടെ വണ്ടിയുടെ സൈഡൊന്ന് തട്ടിയിട്ടുണ്ട്. സീനില്ല, വണ്ടി ഒന്ന് ബാക്ക് എടുക്കാം. ഓക്കെ എങ്ങനെയെങ്കിലും ഞാൻ ഇടിക്കാതെ കൊണ്ടുപോകാൻ നമുക്ക് വണ്ടി ഇടിച്ച് ഈ ഒന്ന് വണ്ടി വിളിച്ചെന്ന് പറഞ്ഞു. ഓക്കെ പോക്കറ്റ് സെക്കൻഡിലിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ ഇടുമ്പോൾ വണ്ടി വേറെ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇനി നമുക്ക് അത്യാവശ്യം നല്ല പോകാനുണ്ട്. ഓക്കെ നല്ല രീതിക്ക് പോകാനുണ്ട്. ലൈറ്റും കൂടെ ഓൺ ആക്കണം, അപ്പോഴാണ് ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ നൈസ്. ഈ വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യാണ്, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ ഓ അയ്യോ ഞാൻ അങ്ങോട്ടൊക്കെയോ കയറി പോവാണ്. ഓക്കെ എന്തായാലും വണ്ടി എന്തായാലും അങ്ങനെ പോട്ട് നമുക്ക് എന്തായാലും ഒരു ഫോട്ടോയും എല്ലാം എടുക്കാം. ഓക്കെ ഓ പോളി ഫോട്ടോ ഫോട്ടോ എടുത്തെടുത്ത് വണ്ടി ഇങ്ങോട്ടൊക്കെ കയറി പോവാണ്. ഓക്കെ 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 അപ്പോൾ ഇനി വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ ഇതെന്താണ് വരാത്ത. ഓക്കെ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ആദ്യമേ തന്നെ അപ്പോൾ ഇത് രണ്ടും എന്തായാലും ഓഫാക്കിയിട്ടുണ്ട്. ഇത് ഓണാക്കുമ്പം ഈ സൈഡിലത്തെ ലൈറ്റും ബാക്കി ഫ്രണ്ടിലത്തെ ആ ഒരു ലൈറ്റുകളെല്ലാം ഓണാവും. 2 ലൈറ്റ് ഉണ്ട്. ഒരിക്കൽ ഇടുമ്പം ആ ഒരു ലൈറ്റ് ഇതെല്ലാം ഓണാവും, പിന്നെ അത് ഓണാവും. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് മോൻ എപ്പോഴും
ഇനി പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിടുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. രണ്ടാമത്തത് ഇടുമ്പോഴും ഒന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓ മോനെ, ഓ ആദ്യത്തെ എന്താണെനിക്ക് തോന്നില്ല. അപ്പോൾ എൻ്റെ മോനെ രണ്ടാമത്തത് നോക്ക്. ഓ വണ്ടിയുടെ ഡിക്കി തുറക്കാനുണ്ട്. ഓക്കെ, അകത്താര് ബ്രോയുടെ ഒരു ഫോട്ടോകളൊക്കെ എന്തായാലും വെച്ചിട്ടുണ്ട്. ഞാൻ പുറകിൽ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോയ്ലറ്റും ബാക്കി സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, പൊളിച്ചൊക്കെ. ഓ ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത വലിയൊരു ഇത് കളക ഓപ്പൺ ആകാറാണ്. ഞാൻ അത് മാറ്റി പോണ്ട, സൈക്കിൾ എങ്ങോട്ടൊക്കെയോ പോയിട്ട് ആകാശത്ത് നിന്നോ വന്ന പോലെയാണ്. എന്തായാലും നല്ലൊരു മോഡാണ്. ഈ ഒരു ബ്രോയുടെ മോഡെല്ലാം പക്ക പൊളിയായിട്ടുള്ള മോഡുകൾ എന്നുള്ളതൊക്കെയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ സ്പീഡ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീഡ് ഇതുവരെയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ലൈഫ് എത്രയുണ്ടെന്ന് നോക്കി. വണ്ടിയുടെ സ്പീഡാണ് മോനെ ഇനിയുള്ള നമ്മുടെ ചെക്കിങ്. ഒക്കെ ഇൻറ്റീരിയർ ഇട്ട് ഇതുവരെയായിട്ട് ഓടിച്ചിട്ടില്ല ഇത്. ഓക്കെ, ഓഹോ ഇൻറ്റീരിയർ വേറെ ലെവലായിട്ടുണ്ട്. എൻ്റെ ഇതിൻ്റെ ഇൻറ്റീരിയർ പൊളി സാധനം വെച്ചാൽ പൊളിയാണ്. വണ്ടി സൈഡിൽ കൂടെ കയറി പോകണം, അതുകൊണ്ടാണ് ഇൻറ്റീരിയർ ഇട്ട് ഞാൻ കൂടുതൽ കളിക്കാത്ത. എൻ്റെ പൊന്നെ, നമ്മുടെ മറ്റേ റാംബോ ഒക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല രസവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അയ്യോ അല്ലേ, എന്തായാലും നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സ്പീഡൊക്കെ. നല്ല ഭംഗിയുണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഈ വിളിച്ചിട്ടുള്ളതൊക്കെ. വണ്ടി ഒരു സൈഡിലങ്ങ് ചുമ്മാ നിർത്തിയിടൊക്കെ. വണ്ടിയുടെ ലുക്കൊക്കെ ഒന്ന് കാണട്ടെ. നൈസായിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്. നൈസ് ലുക്ക്. പൊളി. ഓഹോ ലൈറ്റ് ഇടുമ്പോൾ മോനെ പൊളി ലുക്ക്. പിന്നെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും പക്കയാണ്. എന്നാലും നല്ല രീതിക്ക് എന്തായാലും തന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടാണ്. ഓക്കെ, എനിക്ക് ഒരു ഫോട്ടോയും കൂടെ എടുക്കാൻ ചുമ്മാ. ഓക്കെ, അപ്പം ഇപ്പം എടുക്കുന്ന നമ്മുടെ തംബ്നെയിൽ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഓരോ ഫോട്ടോയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇടണ്ടേ, അതിനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ മറ്റേ ടൈമർ എടുത്ത് വെച്ചിട്ടൊക്കെ വണ്ടി 3:08 നേരെ പോവില്ല, 2 ഇടാം. ടെസ്റ്റ് സ്പീഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, വണ്ടിയുടെ ലൈഫൊക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവമുള്ള റൂട്ട് എന്താണ് ഇങ്ങനെ തിരിച്ചു കാണിക്കണ? വഴി തെറ്റിപ്പോയാ? വണ്ടി തിരി. ഓ അയ്യോ, വഴി തെറ്റിപ്പോയെന്നാണ് കേട്ടാ. ഓക്കെ, വഴി തെറ്റിപ്പോയി. ഓക്കെ, ഓ കണ്ട അങ്ങനെ ചെയ്യുമ്പോൾ സൈക്കിൾ എങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട്, അടിയെന്നൊക്കെ പറയണ. പിന്നെ ഫ്രണ്ടൊക്കെ നല്ല ചളിഞ്ഞിട്ടുണ്ടൊക്കെ. ഇതിനി ഇതുകൊണ്ട് കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നണം. ഓക്കെ, കാരണം നമ്മൾ എൻജോയ് ചെയ്ത് പതുക്കെയാണല്ലോ പോകുന്നത്. നമുക്ക് എന്തായാലും സെക്കൻഡിലും കണക്കിടാം. ഓക്കെ, നമ്മളെന്തായാലും എഗെയിൻ ഈ വണ്ടി കൊണ്ടുവന്നാലും വരുന്നതാണ്. ഓക്കെ, ഒരിയ കൂടെ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് നല്ല നോക്കാം. ഇപ്പം ഈ സമയത്ത് നമുക്ക് സ്പീഡ് ചെക്ക് ചെയ്യാം. വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, ഓ ഇടയ്ക്കൊക്കെ വളവാണ് മോനെ സീന്. വണ്ടി വളയ്ക്കുമ്പോൾ കൺട്രോൾ ചെയ്യാം. സ്പീഡിന് ടെസ്റ്റ് ചെയ്യില്ല, വണ്ടിയുടെ ലൈഫ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളതിൽ 2 ഫോഴ്സ് ട്രാവൽസ് ഇനിയിപ്പോഴെന്തായാലും ഉണ്ട്. ഒന്ന് നമ്മുടെ മറ്റേ കയ്യിലുള്ള നമ്മുടെ മറ്റത്, ഒന്ന് ഈബിൾ ജെറ്റ്. എനിക്കിത് ഇഷ്ടപ്പെട്ട ഈ സംഭവമാണ് കേട്ടോ. എൻ്റെ ഓ എൻ്റെ ഡോർ അവിടെ മാറുന്നുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ പൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് തോന്നണം കേട്ടാ. ഓ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടാ. ഓക്കെ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ
നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, എപ്പോഴേ എത്തി. സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റിയിരുന്നേ ഉള്ളൂ, സീനില്ല, നമുക്കത് എപ്പോഴായാലും പിന്നെ ചെക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും എഗെയിൻ എന്തായാലും ഈ വണ്ടിയും കൊണ്ട് തന്നെ എന്തായാലും വരുന്നതാണ് മക്കളെ. ഓക്കെ, ഇങ്ങനെ വളച്ചെടുക്കുക. ഓക്കെ, കണ്ടുവിടാ കേട്ടോ ഇതിൻ്റെ അടിയിൽ. എൻ്റെ അമ്മ ഇതിലെ കൂടെ എങ്ങനെ എടുക്കും? ഓക്കെ, വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ, ഇതിലേ കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും കംപ്ലീറ്റഡ് തന്നെ കാര്യം. ഓക്കെ, വഴിയൊക്കെ എവിടെയാണ്? വഴിയൊക്കെ തെറ്റിപ്പോയി എനിക്ക്. പക്ഷേ മര്യാദയ്ക്ക് അപ്പുറത്തെ മെയിൻ വഴി കൂടെ കയറിയാൽ മതിയായിരുന്നു. ഞാൻ ഇതെന്താണ് കാണിക്കണേ? എനിക്ക് തന്നെ ഇറങ്ങണം ഇതൊക്കെ. എന്തൊരു വഴി ഇവിടെയൊക്കെ, ഫുള്ളായിട്ട് മരങ്ങളും. നല്ല രസമുണ്ട് കേട്ടോ ഗെയിം, നല്ല രസമാണ് കളിക്കാനായിട്ട്. ഗെയിമിലുള്ള വണ്ടികളെല്ലാം പക്കയാണ്. ഓക്കെ, ഇതിൽ ഇതാണ് എക്സാക്ട്ലി വഴി. ഓക്കെ ഓക്കെ, ഈ വഴിയിൽ ഇങ്ങനെ വരാൻ വേണ്ടാണ് ഇത്രയും പാട് കിട്ടത്. ഓക്കെ ഓക്കെ, അയ്യോ പിന്നെ അടിച്ച്. ഓക്കെ, നെപ്പോളിയോ നല്ല കിടുക്കാച്ചയുടെ ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത്. ഈ നെപ്പോളിയോ വെച്ചിട്ട് നമുക്ക് മോഡ് വെച്ചിട്ടുള്ള മാപ്പ് വെച്ചാണെങ്കിൽ കളിക്കുക. ഓക്കെ, നമ്മുടെ ഈ ബുൾജെറ്റിൽ യഥാർത്ഥത്തിൽ അവരാണെങ്കിൽ ട്രിപ്പിനൊക്കെ അല്ലേ ഈ വണ്ടി എന്നാലും യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം അതേപോലെ നമുക്ക് എന്നാലും ചെയ്യാം. ഓ അയ്യോ, അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ ഫൈനലി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ പോൾക്കോസ്കിയൊക്കെ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ട് ഒറ്റ ആൾ മാത്രമാണ് കമൻറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ഇതുവരെയായിട്ട് ആരെങ്കിലും കമൻസുകൾ ഇടാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇടുക. ഓക്കെ, നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. കൊമ്പൻ്റെ മോഡൽ വേണമെങ്കിൽ കൊണ്ടുവരാം. ഈ ബുൾജെറ്റിൻ്റെ വേറെ മോഡലുണ്ടല്ലോ, മറ്റേ 1.0 അത്. പിന്നെ അവർ പുതിയ ബസ് പോലത്തെ കാരവൻ ടൈപ്പ് വണ്ടി. പിന്നെ ഈ വണ്ടി അഗെയിൻ കൊണ്ടുവരാം. പിന്നെ പുതിയ ഏതെങ്കിലും ട്രാവൽസുകൾ, ബസ്സുകൾ, കാറുകൾ, ബൈക്സ്, പിന്നെ അങ്ങനെ കുറേ വണ്ടികളുണ്ട്. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മടിക്കാതെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ. ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുവരെയായിട്ട് ആരെങ്കിലും പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. എല്ലാവരും ഈ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോയും കാണണം. ഓക്കെ, നല്ലൊരു ഗെയിമാണ്, എല്ലാവരും പോയി കളിച്ച് നോക്ക്. ഞാൻ മോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എന്തായാലും എന്തായാലും തരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കിടുക്കാച്ച വണ്ടിയായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.